ആദ്യം ഞാൻ മാധ്യമപ്രവർത്തകനിലേക്ക് പോകുന്നു. ശ്രീ കെ ഷാജി. ശ്രീ ഷാജി, ഇതിപ്പോൾ പി സി ജോർജിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങി. പി സി ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. റിമാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 14 ദിവസത്തേക്ക് ജയിലിലേക്ക് എന്ന രൂപത്തിലുള്ള ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ജാമ്യാപേക്ഷ തള്ളുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം നേടി പി സി ജോർജ് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇന്നത്തെ കോടതി നടപടികളും അതോടൊപ്പം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞ പരാമർശങ്ങളും പി സി ജോർജിന് ഒരു നല്ല പാഠമാകുമോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം നമ്മൾ കരുതാൻ. മതേതരത്വത്തിലും ബഹുസ്വരതയിലും വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ നിയമവാഴ്ചയിൽ, നമ്മുടെ നിയമ സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷയും ഉറപ്പും തരുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇത് 3ാമത്തെ തവണയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അതികഠിനമായിട്ടുള്ള മുസ്ലിം വിരോധം പറഞ്ഞതിന്, മുസ്ലിങ്ങൾക്കെതിരായി വിഷം തുപ്പിയതിന് കേസെടുത്തിരിക്കുന്നത്. ഇതിന് മുമ്പ് 2 വട്ടവും കേസെടുത്തു. ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഉത്തരേന്ത്യയിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ചായ കച്ചവടക്കാർ തരുന്ന ചായ കുടിച്ചാൽ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അവരുടെ പ്രത്യുൽപാദനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാവും, തടസ്സം ഉണ്ടാവും. ആ തരത്തിൽ വരെ അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നെല്ലാം നിയമത്തിൻ്റെ ചില സാങ്കേതിക പിഴവുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിയമം നൽകുന്ന ചില കൺസെഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് നാൾ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഇല്ലാണ്ടാവുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം വളരെ കൃത്യമായി കോടതി അതിശക്തമായ നിലപാടെടുത്തു. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ നിലപാട് വന്നതുകൊണ്ട് അത് പോലീസിൻ്റെ കാര്യത്തിലായാലും ഈ കീഴ്ക്കോടതിയുടെ കാര്യത്തിലായാലും പി സി ജോർജിനെതിരെ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് അവർ എത്തിച്ചു. അതൊപ്പം തന്നെ അതിശക്തമായി പ്രോസിക്യൂഷന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ഒരു 15 ദിവസമെങ്കിൽ 15 ദിവസം റിമാൻഡിൽ കഴിയുകയെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പി സി ജോർജ് വരികയാണ്. പക്ഷെ ഇവിടെ പോലും പി സി ജോർജ് നന്നാകും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കാർക്കും ഇല്ല. നമ്മൾ നോക്കുക, പി സി ജോർജ് വർഗീയത മാത്രം പറയുന്ന ആളല്ല. പി സി ജോർജ് വെറുപ്പിൻ്റെ ആളാണ്. തനിക്കെതിരായി വരുന്ന ഏതൊരാൾക്കെതിരെയും കാലാകാലങ്ങളായി വെറുപ്പ് വിതറിയിട്ടുള്ള ഒരാളാണ്. നമ്മൾ നോക്കുക, വി എസ് അച്യുതാനന്ദനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനെതിരെ പറഞ്ഞിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ബിഷപ്പിനാൽ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെതിരെയാണ് അദ്ദേഹം പറയാതിരുന്നിട്ടുള്ളത്? കാലാകാലങ്ങളിൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാലുമാറിയിട്ടുള്ള ആയാറാം ഗയാമറാമായിട്ടുള്ള നാക്കിന് വിലയില്ലാത്ത, നാക്കിന് തടയില്ലാത്ത പി സി ജോർജ് കാലങ്ങളായി ഓരോ കാലഘട്ടത്തിലും തനിക്ക് കിട്ടുന്ന തമ്പ്രാന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എതിർപക്ഷത്തുള്ള ആളുകളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അപഹരിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആ നാവ് നന്നായി ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടുമുണ്ടല്ലോ. പി സി ജോർജിനെ അങ്ങ് ഇറക്കി വിടുന്നു, പി സി ജോർജ് വായിൽ തോന്നി പറയുന്നു. അത് എതിരാളികൾക്ക് മേൽ കൊണ്ട് തറയ്ക്കുമ്പോൾ അവരത് അത് കേട്ട് പൊളയും. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഇപ്പോൾ തള്ളിപ്പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ മിക്കതും ഒരു ഘട്ടത്തിൽ പി സി ജോർജിനെ ഉപയോഗിച്ചവരാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ പി സി ജോർജിനെ ഉപയോഗപ്പെടുത്തിയ ആളുകളാണ്. കാരണം എതിരാളികൾക്കെതിരെ അവർക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള, ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള ഒരു ആയുധമായിരുന്നു പി സി ജോർജ്. കാരണം പി സി ജോർജിനോട് പറയുന്നു, ഇന്നയാളാണ് ശത്രു, ഫിനിഷ് ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ ഫിനിഷ് ചെയ്തിട്ടാണ് പി സി ജോർജ് വരിക. പലപ്പോഴും അദ്ദേഹം ഇപ്പം മുസ്ലിം വിരോധം പറയുന്ന പി സി ജോർജ് ഒരു സമയത്ത് ആയത്തുള്ള ഖൊമൈനിയേക്കാൾ വലിയ മുസ്ലിം സംഘചിതത്വം പറഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് ഇപ്പോൾ ദളിത് വിരോധം പറഞ്ഞിരുന്ന പി സി ജോർജ് മുമ്പ് ദളിതുകൾക്ക് അനുകൂലമായിട്ട് പല പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ന പക്ഷത്തൊന്നുമില്ല. പക്ഷെ എപ്പോഴെല്ലാം ആരുടെ കൂടെ നിൽക്കുന്നു, പഴയ ഗ്രാമഫോൺ റേഡിയോയുടെ പരസ്യം പോലെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ് എല്ലാ കാലത്തും പി സി ജോർജ്. അപ്പം ആരാണോ തനിക്കെതിരെ വരുന്നത് അവരെ ആ സമയത്ത് യജമാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആ യജമാനൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗ്രേഡ് കൂട്ടി പറയുക. ഇപ്പം ബി ജെ പി പക്ഷത്തേക്ക് വന്നതിന് ശേഷമാണ്. കാരണം അങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു പ്രശ്നമുണ്ട്. മറ്റ് 2 മുന്നണികൾ അടുപ്പിക്കില്ല. മറ്റെല്ലാ രാഷ്ട്രീയ സഖ്യങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് നിർത്തി. അദ്ദേഹത്തിന് ഓപ്ഷൻസ് കുറവാണ്. ഇനി ഹിന്ദു വർഗീയതയുടെ കൂടെ നിന്ന് ഹിന്ദു വർഗീയത ഏറ്റവും നല്ല നിലയിൽ പറഞ്ഞാൽ മാത്രമേ തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ഭാവി ഈ നാട്ടിലുള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹം അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ മറ്റൊരു നേതാവ്, മറ്റൊരു രാഷ്ട്രീയക്കാരൻ പറയാത്ത തരത്തിൽ ഇത്രയേറെ വെറുപ്പ് അദ്ദേഹം വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് വന്നൊരു വലിയൊരു പതനമാണ്. പക്ഷെ ആ പതനം ഒരു തുടർച്ചയാണ്. കാരണം എല്ലാ കാലത്തും
കാരണം കേരള കോൺഗ്രസിൽ തന്നെ അദ്ദേഹം മാണിയുടെ കൂടെ നിന്ന് ജോസഫിനെ തെറി വിളിച്ചിട്ടുണ്ട്, ജോസഫിന്റെ കൂടെ നിന്നിട്ട് മാണിയെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ആരെയും ചീത്ത വിളിക്കാനുള്ള, ആർക്കുമെതിരെ എന്തും പറയാനുള്ള ഒരു തരത്തിലുള്ള ഒരു വല്ലാത്ത ഒരു അലിഖിത ലൈസൻസ് പി സി ജോർജിന് അങ്ങനെ നൽകിയിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ആ അലിഖിത ലൈസൻസ് ഉപയോഗിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനൊരു തമാശയായും അത് കേട്ട് ചിരിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.